തമിഴകത്ത് ഇനി ദളപതി യുഗം. ആയിരങ്ങളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാർക്കും ഗവർണർ വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ പൂർത്തിയായി അരമണിക്കൂറിനുള്ളിൽ തന്നെ സൗജന്യ വൈദ്യുതിയും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡും ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി വിജയ് നടത്തി. സി ജോസഫ് വിജയനും ഞാൻ ഈ നിമിഷത്തിനാണ് തമിഴകം കാത്തിരുന്നത്. ജനനായകന്റെ സത്യപ്രതിജ്ഞയ്ക്ക് 59 വർഷത്തെ തമിഴകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദ്രാവിഡ പാർട്ടികളിൽ നിന്നല്ലാത്തൊരാൾ മുഖ്യമന്ത്രി പദത്തിൽ. TVKയുടെ പൊതുയോഗങ്ങളിൽ കണ്ടതുപോലെ തന്റെ സിനിമകളിലെ ഇൻട്രോ സീൻ പോലെ വിജയ് സത്യവാചകം ചൊല്ലിയപ്പോൾ ചെന്നൈ നെഹ്റു സ്റ്റേഡിയം ആർത്തിരമ്പി. அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ആണ്ടവൻ മീത് ആണയിട്ട് ഉറുതിമൊഴിகிறேன். കന്നി വോട്ടർമാരും യുവാക്കളുമായിരുന്നു വിജയുടെ കരുത്തെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കും ജൻസികളുടെ ഒഴുക്കായിരുന്നു. പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ബ്ലേസറായിരുന്നു വിജയുടെ വേഷം. വിജയ്ക്ക് പിന്നാലെ രണ്ടാമനായി പാർട്ടി ജനറൽ സെക്രട്ടറി N ആനന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ആദവ് അർജുന, KG അരുൺരാജ്, KA സെങ്കോട്ടയ്യൻ, P വെങ്കട്ടരമണൻ, R നിർമ്മൽകുമാർ, രാജ്മോഹൻ, TK പ്രഭു തുടങ്ങിയവരും സത്യവാചകം ചൊല്ലി. S കീർത്തനയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത 9 മന്ത്രിമാരിൽ വനിതാ പ്രതിനിധി. தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். സത്യപ്രതിജ്ഞാ വേദിയിൽ വെച്ച് തന്നെ 3 ഫയലുകളിൽ വിജയ് ഒപ്പുവെച്ചു. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡ്, പ്രതിമാസം 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം, ലഹരി ഉപയോഗം തടയാൻ എല്ലാ ജില്ലകളിലും ലഹരി വിരുദ്ധ സ്ക്വാഡ്. 3ഉം TVKയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സാമൂഹിക നീതിയുടെയും മതേതരത്തിന്റെയും പുതുയുഗത്തിന് തുടക്കമായെന്ന് മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ അഭിസംബോധനയിൽ വ്യക്തമാക്കിയ വിജയ് TVK സർക്കാർ ജനങ്ങളുടെ സർക്കാരായിരിക്കുമെന്ന് ഉറപ്പു നൽകി. ഖജനാവ് കാലിയാക്കിയെന്നതടക്കം കടുത്ത വിമർശനവും DMK-ക്കെതിരെ വിജയ് ഉന്നയിച്ചു. ஒரு டிரான்ஸ்பரண்டான ஒரு கவர்மெண்டா, அதாவது இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இந்த நிலைமையில தான் இருக்கு அப்படின்றத உங்ககிட்ட சொல்லிட்டு I just want to take it forward from there. സർക്കാർ രൂപീകരണത്തിന് പിന്തുണച്ച എല്ലാ പാർട്ടികൾക്കും വിജയ് നന്ദി അറിയിച്ചു. രാഹുൽ ഗാന്ധി, മാതാപിതാക്കളായ SA ചന്ദ്രശേഖർ, ശോഭാ ചന്ദ്രശേഖർ, നടി തൃഷ തുടങ്ങിയവർ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാനെത്തി. എന്നാൽ DMK-യിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങ് ലൈവായി കാണാൻ ചെന്നൈ നഗരത്തിലെ 20 ഇടങ്ങളിൽ LED സ്ക്രീനുകൾ സ്ഥാപിച്ചിരുന്നു. അവിടെയും വിജയ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരാധകർ ആഘോഷമാക്കി. തമിഴകത്തിന് ജോസഫ് വിജയുടെ വെട്രി വിജയത്തിന്റെ കൊടിപാറുന്ന കാലം. ഭരണ രാഷ്ട്രീയ പരിചയമില്ലായ്മയെ പ്രായോഗിക പ്രവർത്തനങ്ങൾ കൊണ്ട് വിജയ് അതിജീവിക്കുമോ? സിനിമാറ്റിക് ഡയലോഗ് പോലെ തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിലും വിജയ് തീപ്പൊരി പാറിക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണണം. ക്യാമറമാൻ അരുൺ നമ്പ്യാർക്കൊപ്പം സുജിത് ചന്ദ്രൻ, ന്യൂസ് മലയാളം.